ഹലോ, നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് പിയോണി ഫ്ലവേഴ്സ് ചെയ്താലോ? ഇതായോ? അതിന് ഏത് ഷേപ്പിലുള്ള ടിഷ്യൂ പേപ്പർ വേണമെങ്കിലും എടുക്കാം. വീഡിയോയിൽ കാണുന്ന കണക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് പെയിൻറ്റുകൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് വെള്ളത്തിൽ യെല്ലോ കളർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിൽ മുക്കിയെടുക്കുക. ഓവറായിട്ട് ഞെക്കി പിഴിയരുത്, നൂത്തെടുക്കാൻ പാടായിരിക്കും. എന്നിട്ട് ചെറിയൊരു റോസ് കളർ കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന ടിഷ്യൂ പേപ്പറിൻ്റെ അറ്റം മാത്രം മുക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് എക്സസ് വെള്ളം കളയുക, അല്ലെങ്കിൽ ഉണങ്ങാൻ കുറേ സമയം എടുക്കും. പിന്നെ ടിഷ്യൂ പേപ്പറിൻ്റെ ഒരു നീളത്തിലുള്ള സ്ട്രിപ്പ് എടുത്തിട്ട് അതിൽ വീഡിയോയിൽ കാണുന്ന കണക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. ആ കട്ട് ചെയ്യുന്ന ഭാഗത്ത് യെല്ലോ കളറും താഴെ ലൈറ്റ് ഗ്രീൻ കളറും കൂടെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് ഉണക്കിയെടുക്കുക. എന്നിട്ട് സ്റ്റെമ്മിന് വേണ്ടിയിട്ട് ഒന്നീ പേപ്പർ റോൾ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഗ്രീൻ കളർ അടിച്ചു കൊടുത്താലും മതി. നമ്മുടെ ഉണക്കിയെടുത്ത പേപ്പർ ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ അത്. പിന്നെ വീഡിയോയിൽ കാണുന്ന കണക്ക് തന്നെ മടക്കിയെടുക്കുക. നടുക്ക് നൂല് വെച്ച് ടൈറ്റിൽ കെട്ടി കൊടുക്കുന്നതായിട്ടോ എളുപ്പം. എനിക്ക് വൈറ്റ് നൂല് കിട്ടാത്തതുകൊണ്ട് ഞാൻ കമ്പി വെച്ച് കെട്ടി കൊടുത്തേ. നൂല് വെച്ച് ചെയ്യുന്നതാണ് കുറച്ചുകൂടി എളുപ്പം. എന്നിട്ട് നമ്മുടെ ടിഷ്യൂ പേപ്പറിൻ്റെ 2 ലെയേഴ്സ് ഉണ്ടാവുമല്ലോ, ആ 2 ലെയേഴ്സും പയ്യെ വേണം പൊക്കിയെടുക്കാൻ. കീറിപ്പോവും. നമ്മൾ വെള്ളത്തിലും കൂടെ മുക്കിയത് കൊണ്ട് ഉണങ്ങിയിട്ടില്ലെങ്കിൽ മൊത്തത്തിൽ കീറി വരും. അതുകൊണ്ട് പയ്യെ അത് രണ്ടും നിവർത്തിയെടുക്കുക. മൊത്തത്തിൽ നിവർത്തലും നടുക്ക് കുറച്ച് സ്പേസ് ഇട്ടേക്കണം. ആ സ്പേസിലോട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന യെല്ലോ കളർ അടിച്ച് വെച്ച് കട്ട് ചെയ്ത പീസ് ഗമ്മ തേച്ച് ചെറുതായിട്ട് ചുരുട്ടിയിട്ട് അത് മൊത്തത്തിൽ ചുരുട്ടുക. എന്നുവെച്ചാൽ നടുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഗമ്മ തേച്ചിട്ട് വേണം കേട്ടോ അതും ചെയ്യാൻ. ഞാൻ പക്ഷേ ഈ ഗമ്മ തേക്കുന്നത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. എന്നിട്ട് അത് ഗ്ലൂഗൺ വെച്ചിട്ട് ഞാൻ നടുക്ക് ഒട്ടിച്ച് കൊടുക്കുന്നത്. സാധാ ഫെവിക്കോൾ ആയാലും പ്രശ്നമില്ല കേട്ടോ, നടുക്ക് ഒട്ടിച്ച് കൊടുക്കുക. ഇത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ സ്റ്റെമ്മ് നമ്മൾ സ്ട്രോയോ പേപ്പർ റോൾ ചെയ്തോ എന്തായാലും ഗ്രീൻ കളർ അടിച്ച് കൊടുത്തിട്ട് അത് ഉണക്കിയെടുക്കണം. എന്നിട്ട് വേണം നമ്മുടെ ഫ്ലവറിൽ ഒട്ടിച്ച് കൊടുക്കാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ഫ്ലവർ സിമ്പിൾ അല്ലേ? ഇഷ്ടപ്പെട്ട ഒരു ലൈക്കൊക്കെ ആവാം. നമ്മൾ മുമ്പ് ചെയ്ത പോപ്പി ഫ്ലവർ ആട്ടോ, ആ റെഡ് കളറ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.